ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് കോഡ് ബിൽഡിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതായത് എൻവയോൺമെൻറ്റ് വേരിയബിൾസും പാരാമീറ്റർ സ്റ്റോറും. ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ കണ്ട ഒരു ഡോക്കർ എങ്ങനെ ബിൽഡ് ചെയ്യുമെന്നുള്ളൊരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് സെഷനിൽ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ഡോക്കർ ഇമേജ് ബിൽഡ് ചെയ്യുന്ന ഒരു ബിൽഡ് സ്പെക്ക് .yml ഫയലിൽ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. അതായത് നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾസ്, ഇപ്പോൾ വേരിയബിൾസ് ആയിട്ട് നമ്മളിപ്പം $സൈൻ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് $AWS account_ID, അതുപോലെ $default region എന്നിങ്ങനെ കുറച്ച് വേരിയബിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേരിയബിൾസ് $സൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ആണ്. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ബിൽഡിംഗ് ടൈമിൽ ഈ ഒരു ബിൽഡ് സ്പെക്ക് ഉപയോഗിച്ച് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, കോഡ് ബിൽഡ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഈ വേരിയബിൾസിൻ്റെ റിയൽ വാല്യൂ, ആക്ച്വൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത് കോഡ് ബിൽഡ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റ് വേരിയബിൾസ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് തന്നെ അല്ലാതെ, അതായത് AWS അക്കൗണ്ട് ID, ഡിഫോൾട്ട് റീജിയൻ എന്നിങ്ങനെ കാണിച്ചിരിക്കുന്നത് തന്നെ അല്ലാതെ ഒരുപാട് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ നമുക്കൊരു ലിസ്റ്റ് ഇതേ സെയിം ഡോക്യുമെൻറ്റേഷൻ ഫയൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സാമ്പിൾസിലാണ് ഈ ഒരു ഡോക്കർ സാമ്പിൾ കണ്ടത്. അതുപോലെ ഇതിന് താഴെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാൻ ആൻഡ് ബിൽഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ എൻവയോൺമെൻറ്റ് വേരിയബിൾസിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അവൈലബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഇൻ ബിൽഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ ഈ ബിൽഡ് എൻവയോൺമെൻറ്റ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും എന്തൊക്കെയാണ് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ AWS ഡിഫോൾട്ട് റീജിയനും AWS റീജിയനും ഉണ്ട്. ഒന്ന് ബിൽഡ് സമയത്ത് AWS CLI ഉപയോഗിച്ച് യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ്. മറ്റേത് AWS SDKs ഉപയോഗിക്കുമ്പോഴാണ് AWS റീജിയൻ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. കോഡ് ബിൽഡിൻ്റെ ARN പ്രൊവൈഡ് ചെയ്യുന്ന വേരിയബിൾ ഉണ്ട്. അതുപോലെ കോഡ് ബിൽഡ് ഇമേജിൻ്റെ വേരിയബിൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ബിൽഡ് സ്പെക്ക് ഫയൽ എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു റെഫറൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ വേരിയബിൾസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രിൻറ്റ് env, അതായത് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്തൊക്കെയാണെന്നുള്ളത് മൊത്തം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഡോക്കർ ഇമേജിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മൊത്തം എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്തൊക്കെയാണ് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രിൻറ്റ് env എന്ന് പറഞ്ഞൊരു കമാൻഡ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്കതൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ബിൽഡ് പ്രോജക്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് ബിൽഡ് പ്രോജക്റ്റ് നമുക്ക് ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ ഒരു ചെക്കിങ് ചെയ്ത സമയത്ത് നമുക്ക് അതിൻ്റെ ഫേസ് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതാണ്. അതായത് നമ്മൾ ആ ഒരു രണ്ട് വേർഡ്സ് ഇവിടെ ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്കത് ഫെയിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ആ സോഴ്സ് കോഡ് ആ ഒരു ഇൻഡെക്സ് ഫയലിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ ആ ഒരു ബിൽഡ് ഫേസിൽ വെച്ചത് ഫെയിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സോഴ്സ് കോഡിൽ നമുക്ക് ഈ ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾ ഒന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സോഴ്സ് കോഡിൽ നമ്മൾ ബിൽഡ് സ്പെക്ക് നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഡെവലപ്മെൻറ്റ് മെഷീനിൽ നിന്നും ചേഞ്ച് വരുത്തിയിട്ട് ജിറ്റ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ പുഷ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് എളുപ്പം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കമാൻഡ് സെക്ഷനിൽ ആ ഒരു പ്രിൻറ്റ് env എന്ന് പറഞ്ഞൊരു ഡയറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുകയാണ്. നമുക്ക് ആ ഒരു പ്രിൻറ്റ് env എന്ന് പറഞ്ഞൊരു കമാൻഡ് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. അതായത് ഇവിടെ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഡോക്കർ ഇമേജിൽ ടോട്ടലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്തൊക്കെയാണെന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് പ്രിൻറ്റ് env. അത് നമുക്ക് ലിനക്സ് ബേസ്ഡ് ഡോക്കർ ഇമേജ് ബിൽഡ് എൻവയോൺമെൻറ്റ് യൂസ് ചെയ്യുന്നെങ്കിലാണ് നമുക്ക് പ്രിൻറ്റ് env. ഇപ്പോൾ വിൻഡോസ് ബേസ്ഡ് ആണെങ്കിൽ യൂസ് ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പ്രിൻറ്റ് env എന്നും പറഞ്ഞൊരു കമാൻഡ് ഞാനിവിടെ ആഡ് ചെയ്തു. ആ വേരിയബിൾസ് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് കാണുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ചെക്കിങ് നമുക്ക് തൽക്കാലം ഒന്ന് റിമൂവ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ index ഫയലിൽ നിന്ന് നമ്മൾ ഈ ഒരു വേർഡ്സ് നമ്മളൊന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ അത് നമ്മൾക്ക് ഒന്നിലും നമുക്ക് അത് തിരിച്ചവിടെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചെക്ക് നമുക്കിവിടെ വേണ്ടെന്ന് വയ്ക്കാം, അല്ലെങ്കിൽ ആ ഒരു ബിൽഡ് വീണ്ടും നമുക്ക് ഫെയിൽ ആവും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് സേവ് ചെയ്യാം. നമുക്ക് അതിൽ കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചേഞ്ച് ഞാൻ എൻ്റെ സോഴ്സ് കോഡിൽ വരുത്തി ഈ ഒരു കമാൻഡും കൂടെ ആഡ് ചെയ്തു. നമുക്കിനി ഒന്നുകൂടെ ഒന്ന് ബിൽഡ് നമുക്കിവിടെ നിന്ന് റീട്രൈ ബിൽഡ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൊടുക്കാം. ആ ഒരു ബിൽഡ് പ്രോജക്റ്റിൽ ആ ഒരു പ്രോജക്റ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ബിൽഡ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുകയാണ്. ഒന്നുകൂടെ ബിൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ബിൽഡ് കഴിഞ്ഞിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോ റെസ്യൂം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബിൽഡ് പ്രോസസ്സ് ഇപ്പം സക്സീഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഫേസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ എല്ലാ ഫേസും
കംപ്ലീറ്റ് ആയി സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിൽഡ് ലോഗ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. നമുക്ക് ബിൽഡ് ലോഗ് കൂടെ ഒന്ന് അവൈലബിൾ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. നമുക്കിവിടെ വ്യൂ എൻ്റർ ലോഗ് എന്ന് പറഞ്ഞൊരു ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് അപ്പോൾ നമ്മുടെ ക്ലൗഡ് വാച്ചിൽ ഒട്ട് സ്ട്രീം ചെയ്തിട്ടുള്ള ആ ലോഗ്സ് നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം. കണ്ടില്ല, ഇപ്പോൾ ഇതാണ് ക്ലൗഡ് വാച്ചിലോട്ട് കിട്ടിയിട്ടുണ്ട് ആ ലോഗ്സ്. നമുക്കതൊന്ന് നോക്കാം. ഇപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പ്രിൻ്റ് എൻവയോൺമെൻറ്റ് കമാൻഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഒരു പ്രിൻ്റ് എൻവയോൺമെൻറ്റ് കമാൻഡ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടില്ലേ, ഇവിടെ ആ ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾസ് അവൈലബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എല്ലാം തന്നെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. PHPയുടെ URL, അതുപോലെ കോൾഡ് ബിൽഡിൻ്റെ ഗോ പാത്ത്, അതുപോലെ ഒരുപാട് URL എൻവയോൺമെൻറ്റ് വേരിയബിൾസ്. AWSൻ്റെ റീജിയൻ കണ്ടില്ലേ, നമ്മളിപ്പോൾ AWSൻ്റെ റീജിയൻ US East 2 ആണ്. അപ്പോൾ അതിവിടെ നമുക്കെല്ലാം ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് വേണമെങ്കിൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓരോ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ. അപ്പോൾ നമുക്ക് ആ ഒരു AWSൻ്റെ റീജിയൻ ഇവിടെ വന്നിട്ടുണ്ട്. പൈതൻ്റെ പെപ്പ് വെർഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അവൈലബിൾ ഈ ഒരു ഡോക്കർ കണ്ടെയ്നറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പൈതൻ വെർഷൻ, അതുപോലെ ഡോക്കർ വെർഷൻ ഏതാണെന്നുള്ളത്, ഇപ്പോഴത്തെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഡോക്കർ വെർഷൻ, അങ്ങനത്തെ PHP വെർഷൻ, അങ്ങനെ കംപ്ലീറ്റ് എൻവയോൺമെൻറ്റ് ENV വേരിയബിൾസും ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചതാണ്. നമുക്ക് അതായത് നമുക്ക് ഈ ഒരു പ്രിൻറ്റ് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് നമുക്ക് ഈ ഒരു ബിൽഡ് സ്പെക് ഫയലിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് വേരിയബിൾസ് നമുക്ക് എങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കാണാമെന്നും എങ്ങനെ നമുക്ക് നമ്മുടെ ബിൽഡ് സ്പെക് ഫയലിൽ യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ അത് കൂടാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള എൻവയോൺമെൻറ്റ് വേരിയബിൾസ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാം. അത് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഒന്നുകിൽ നമ്മുടെ ബിൽഡ് സ്പെക് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, അവർ റെഫറൻസ് ഡോക്യുമെൻറ്റേഷനിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ENV എന്ന് പറഞ്ഞൊരു എൻവയോൺമെൻറ്റ് വേരിയബിൾ സെക്ഷനിൽ നമുക്ക് കീയും വാല്യൂസും വെച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എൻവയോൺമെൻറ്റ് ഫയൽസ് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. അത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബിൽഡ് പ്രോജക്റ്റിൽ നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് നമുക്ക് ഓവർ റൈഡ് ചെയ്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബിൽഡ് പ്രോജക്റ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ എഡിറ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ നമുക്ക് എഡിറ്റ് ചെയ്യുക. അവിടെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ അഡീഷണൽ കോൺഫിഗറേഷനിൽ എടുത്ത് താഴോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റ് വേരിയബിളിൻ്റെ എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കതിന് മുമ്പായിട്ട് വേറൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് ഒരു ഡേറ്റാബേസിലോട്ട് നമുക്ക് എങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ളതാണ്. എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൾറെഡി ഒരു ഡേറ്റാബേസ് വേണം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഡേറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. AWSൻ്റെ RDS സർവീസ് ഉപയോഗിച്ചിട്ട് ഒരു MariaDB ഡേറ്റാബേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു ഡേറ്റാബേസിലോട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കണക്ഷൻ എൻ പോയിൻ്റ് ആവശ്യമാണ്. പോർട്ട് ബൈ ഡിഫോൾട്ട് 3306 തന്നെയാണ്, മാറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ ആ കണക്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു യൂസർ വന്നിട്ട് അഡ്മിനാണ്. പിന്നെ അതുപോലെ പാസ്വേഡും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി അവൈലബിൾ ആണ്, ഇത്രയും ഡീറ്റെയിൽസ്. അപ്പോൾ ഇതാണ് നമ്മൾ വേരിയബിൾസ് ആയിട്ട് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് നമുക്ക് അത് കോഡ് ബിൽഡ് വഴി നമുക്കത് ഒരു കണക്ഷൻ അതിലോട്ട് ആ ഒരു ഡോക്കർ കണ്ടെയ്നറിൽ നിന്നും എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് ഞാനിപ്പം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇപ്പം ആവശ്യമായിട്ട് വരുന്ന രണ്ട് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ, ഒന്ന് നമുക്ക് നമുക്ക് വേരിയബിൾസ് ആഡ് എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ആഡ് എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞ് നമുക്ക് ഫസ്റ്റ് വേരിയബിൾ നമുക്ക് വേണ്ടത് ആ ഒരു ഡേറ്റാബേസിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എൻ പോയിൻ്റ്. അപ്പോൾ ആ ഒരു എൻ പോയിൻ്റ് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. എൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതിന് പേര് കൊടുത്തു. നമ്മൾ കൊടുക്കുന്ന പേര് പോലെ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. എൻ പോയിൻറ്റിൻ്റെ വാല്യൂ ഞാനിപ്പോൾ അവിടെ നിന്ന് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തപ്പോൾ ടൈപ്പ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നത് ഈ ഒരു എക്സാമ്പിൾ. അപ്പം എൻ പോയിൻ്റ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഒരു എൻവയോൺമെൻറ്റ് വേരിയബിളും കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമുക്കിപ്പം ഒരുപാട് ഡൈനാമിസിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്ടും അതുപോലെ പാസ്വേഡും യൂസറും എല്ലാം നമുക്ക് വേരിയബിൾസ് ആയിട്ട് തന്നെ കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ ഞാനിപ്പോൾ എൻ പോയിൻറ്റും ആ ഒരു DBയുടെ പാസ്വേഡ്, കണക്ഷനുള്ള പാസ്വേഡ്, അപ്പോൾ നമുക്ക് DB_pass എന്ന് പറഞ്ഞ് കൊടുക്കാം. അത് രണ്ടും മാത്രമേ ഞാനിപ്പം വേരിയബിളായിട്ട് ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാസ്വേഡും നമുക്കിപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് കണക്ഷൻ സ്ട്രിങ്ങിൽ നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് കണക്ഷൻ ഡീറ്റെയിൽസിൽ നിന്ന് കിട്ടും. മാസ്റ്റർ പാസ്വേഡ് വന്നിട്ട് അതും ഞാൻ എടുത്തിട്ട്
നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതും പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് തന്നെയാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ഈ ഒരു ആദ്യത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വാല്യൂസ് റിട്രീവ് ചെയ്തെടുത്ത് നമുക്ക് കോഡ് ബിൽഡിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് ഒരു ഡേറ്റാ ബേസ്ഡോട്ടുള്ള കണക്ഷൻ നമുക്ക് എങ്ങനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുക്കാം നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾസ്. പക്ഷേ ഇതിപ്പം നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് പാസ്വേഡ് പോലും കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടും സെക്യൂർ ആയിട്ടുള്ളൊരു മെത്തേഡല്ല. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു മെത്തേഡ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 വേരിയബിൾസ് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. നമുക്കിപ്പോൾ ആ 2 വേരിയബിൾസ് നമുക്കൊന്ന് കോപ്പി ചെയ്ത് വയ്ക്കാം. നമുക്ക് ക്രിയേറ്റ് ചെയ്തത് ഒന്ന് എൻ പോയിൻ്റ്, നമുക്ക് എൻ പോയിൻറ്റിലാണ് നമ്മുടെ എൻ പോയിൻ്റ് കിട്ടുന്നത്, വാല്യൂ കിട്ടുന്നത്. അത് പിന്നീട് നമുക്ക് DB_password എന്ന് പറഞ്ഞൊരു വേരിയബിളിലാണ് നമ്മുടെ പാസ്വേഡ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 വേരിയബിൾസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് എൻവയോൺമെൻറ്റ് കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ 2 എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് വേണ്ടത് നമ്മുടെ കോഡ് കമ്മിറ്റിൽ പോയിട്ട് നമുക്ക് ആ ഒരു സോഴ്സ് കോഡിൽ ചെറിയൊരു അഡീഷൻ വരുത്തണം, ഒരു ചേഞ്ച് വരുത്തണം. നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഡോക്കർ കണ്ടെയ്നറിൽ നമുക്കൊരു MySQL ക്ലയൻറ്റ് വേണം. എന്നാൽ മാത്രമേ റണ്ണിങ് ടൈമിൽ നമുക്ക് ആ ഒരു ക്ലയൻറ്റ് വഴി നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു RDSലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഈ MariaDB ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിഫറെൻറ്റ് ഫേസസിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ബിൽഡ് സ്പെക് ഫയലിൽ. അതിൽ ഇൻസ്റ്റോൾ ഫേസിൽ കമാൻഡ് സെക്ഷനിൽ ഞാൻ MySQL ക്ലയൻറ്റ് ഇൻസ്റ്റോൾ ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. ചിലപ്പം കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു സെക്ഷനാണിത്. ഓക്കെ, MySQL ക്ലയൻറ്റ് ഞാനിവിടെ ഇൻസ്റ്റാളേഷന് വേണ്ടി പറഞ്ഞു കൊടുത്തു. കാരണം നമ്മളിപ്പം ഈ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉബുണ്ടു ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ആമസോൺ ലിനക്സ് 2 ഇമേജ് ആയിരുന്നു യൂസ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഞാനിപ്പം ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉബുണ്ടു ആയതുകൊണ്ടാണ് ഞാൻ apt-get കമാൻഡ് യൂസ് ചെയ്തത്. ഉബുണ്ടു ഇമേജാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളിപ്പം ആ ഒരു ചേഞ്ച് ഒന്നും കാണിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്കത് കാരണം അത് അണ്ടർസ്റ്റുഡ് ആണ്. നമുക്കിപ്പം വേണമെങ്കിൽ ആമസോൺ ലിനക്സ് 2 തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പം ഉബുണ്ടു ഇമേജാണ് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. apt-get കമാൻഡ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ apt-get ഉപയോഗിച്ചിട്ട് ഞാൻ MySQL ക്ലയൻറ്റ് ഉബുണ്ടു കണ്ടെയ്നറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് റണ്ണിങ് ടൈമിൽ ഈ ഒരു കമാൻഡ് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്കിനി ബിൽഡ് ഫേസിൽ നമുക്ക് ഈ ഒരു കണക്ഷൻ നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു RDS MariaDBയിലോട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡും കൂടെ നമുക്കിവിടെ കൊടുക്കാം. MySQL കണക്ടിവിറ്റിയുടെ ഒരു കമാൻഡ് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് MySQL ക്ലയൻറ്റ് ആ ഒരു കമാൻഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ആദ്യം നമ്മൾ MySQL ക്ലയൻറ്റ് കമാൻഡ് ഇൻസ്റ്റാൾ ചെയ്തത്. ഓക്കെ, MySQL കമാൻഡ് കൊടുത്തിട്ട് നമ്മൾ പോർട്ട് നമുക്ക് ഇതും എല്ലാം നമുക്ക് വേണമെങ്കിൽ വേരിയബിൾസ് ആയിട്ട് തന്നെ കൊടുക്കാം. അവിടെ എൻവയോൺമെൻറ്റ് വേരിയബിൾ ആഡ് ചെയ്തിട്ട് പോർട്ടെല്ലാം നമുക്ക് അങ്ങനെ ഡൈനാമിക് ആക്കാൻ വേണമെങ്കിൽ. പക്ഷേ നമുക്ക് തൽക്കാലം ഇപ്പോൾ അതെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇവിടെ കമാൻഡ് ലൈനിൽ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ പോയിൻ്റ്. അപ്പം ഓൾറെഡി ഇപ്പോൾ MySQL കണക്ടിവിറ്റിയൊക്കെ അറിയാത്തവർക്കാണെങ്കിൽ ഇത് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം കൂടുതലായിട്ട് അറിയാത്തവർക്കാണെങ്കിൽ. ഓക്കെ, അപ്പോൾ -h ഇപ്പോൾ ഹോസ്റ്റ് നമുക്ക് എൻ പോയിൻ്റ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ ഒരു എൻ പോയിൻ്റ് നമ്മളിവിടെ നമുക്ക് കൊടുത്ത് നമ്മളിപ്പോൾ എൻ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലാണ്. അപ്പം നമുക്ക് അതെടുക്കാം. അതെടുത്തിട്ട് നമുക്ക് ആ ഒരു എൻ പോയിൻ്റ് നമ്മളിവിടെ കൊടുത്തു. അപ്പം അതിൽ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടും. അതുകൊണ്ടാണ് ആ ഒരു പേര് എൻ പോയിൻ്റ് നമ്മളിവിടെ കൊടുത്ത ആ ഒരു വേരിയബിൾ കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് -u നമുക്ക് യൂസർ വന്നിട്ട് നമുക്ക് കണ്ടില്ലേ അഡ്മിൻ എന്നുള്ളത് തന്നെയാണ് യൂസർ കണക്ടിവിറ്റിക്കുള്ള. അപ്പോൾ -u അഡ്മിൻ എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് -p പാസ്വേഡ്. അപ്പോൾ പാസ്വേഡ് നമ്മൾ വേരിയബിളിലാണ് കിട്ടുന്നത്. അപ്പോൾ -p കഴിഞ്ഞിട്ട് നമുക്ക് പാസ്വേഡ് കിട്ടുന്ന വേരിയബിൾ വന്നിട്ട് DB പാസ്വേഡ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിവിടെ കൊടുത്തു. അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാബേസിലോട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ എൻ പോയിൻറ്റും പാസ്വേഡും നമ്മൾ ഓൾറെഡി എൻവയോൺമെൻറ്റ് വേരിയബിളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം റണ്ണിങ് ടൈമിൽ ഈ ഒരു ഡോക്കർ കണ്ടെയ്നർ ലോഞ്ച് ചെയ്ത് റണ്ണിങ് ടൈമിൽ ഈ ഒരു കമാൻഡ് ലൈൻ എക്സിക്യൂട്ട് ആവുകയും അപ്പം അതിൻ്റെ എൻ പോയിൻറ്റ് കണക്ഷൻ ഡേറ്റാബേസിൻ്റെ കണക്ഷൻ എൻ പോയിൻറ്റ് ഇവിടെ നിന്ന് ഈ ഒരു വേരിയബിളിൽ നിന്ന് കിട്ടും. നമ്മൾ യൂസർ അഡ്മിൻ ഓൾറെഡി ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് നമ്മൾ ഈ ഒരു വേരിയബിളിൽ നിന്ന് കിട്ടി. അങ്ങനെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കമ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം ഒന്നുകൂടെ.
ജസ്റ്റ് ഒരു എക്സാമ്പിളിനാണ് ഞാനിപ്പോൾ a.com എന്നൊക്കെ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് നമുക്ക് കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബിൽഡ് സ്പെക്ക് ഞാനിപ്പോൾ ഒന്ന് രണ്ട് ചേഞ്ചസ് വരുത്തി വീണ്ടും ഒന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കോഡ് ബിൽഡ് പ്രോജക്റ്റ് നമ്മുടെ ആ ഒരു സെയിം പ്രോജക്റ്റ് തന്നെ നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ബിൽഡ് കൊടുക്കാം. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ആ ഇമേജ് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരുന്ന തുടങ്ങിയപ്പോൾ യൂസ് ചെയ്തിരുന്ന ആമസോൺ ലിനക്സ് 2 ഇമേജാണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. നമുക്ക് ഇമേജ് ഇവിടെ ചേഞ്ച് ചെയ്ത് മാറ്റാം. എഡിറ്റ് എൻവയോൺമെൻറ്റിൽ നമ്മൾ എൻവയോൺമെൻറ്റിൽ പോയിട്ട് നമുക്ക് ഇമേജസ് മാറ്റാം. അപ്പോൾ മാറ്റി ഞാൻ ഉബുണ്ടു ഇമേജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിച്ച ഈ ഒരു 2 ചേഞ്ചസുമാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്റ്റാർട്ട് ബിൽഡ് ഒന്നുകൂടെ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ബിൽഡ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് ഈ വീഡിയോയിൽ റെസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിൽഡ് പ്രോസസ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലോഗ്സ് ഒന്ന് നോക്കാം. ഇനി ലോഗ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഇവിടെ എററൊന്നും വന്നില്ല, കാരണം ആ കണക്ഷൻ കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. അപ്പം അവരൊരു വാണിംഗ് ബൈ ഡിഫോൾട്ട് അത് കാണിക്കും. നമ്മുടെ കമാൻഡ് ലൈനിൽ തന്നെ നമ്മുടെ പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ യൂസിങ് എ പാസ്വേഡ് ഓൺ കമാൻഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് അത് ഓൾറെഡി ബൈ ഡിഫോൾട്ട് കാണിക്കും. കാരണം MySQL കണക്ടിവിറ്റി ചെയ്തിട്ടുള്ളവർക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ഈ ഒരു ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു MySQL MariaDB സെർവറിലോട്ട് നമ്മൾ MySQL കമാൻഡ് ഉപയോഗിച്ചപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഒരു ബിൽഡ് ഫേസിലാണ് നമ്മൾ ആ ഒരു കണക്ഷന് വേണ്ടിയിട്ടുള്ള കമാൻഡ് ലൈന് നമ്മൾ എഴുതി കൊടുത്തത്. അപ്പോൾ ഇവിടെ അതിനുള്ള എൻ പോയിൻറ്റും DB ഡേറ്റാബേസ് കണക്ടിവിറ്റിക്കുള്ള പാസ്വേഡ് നമ്മൾ ഓൾറെഡി നമ്മുടെ ബിൽഡ് പ്രോജക്റ്റിൽ നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിളായിട്ട് സെറ്റ് ചെയ്തു. നമുക്കത് ഒന്നുകൂടെ കാണണമെങ്കിലോ ചേഞ്ച് വരുത്തണമെങ്കിലോ ആ ഒരു ബിൽഡ് പ്രോജക്റ്റ് എടുത്തിട്ട് ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തിട്ട് നമുക്കിവിടെ എൻവയോൺമെൻറ്റ് എടുക്കുക. എൻവയോൺമെൻറ്റ് എടുത്തിട്ട് അവിടെ നമ്മൾ അഡീഷണൽ കോൺഫിഗറേഷൻ എന്നുള്ളിടത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എൻവയോൺമെൻറ്റ് വേരിയബിൾസിലാണ് നമ്മളത് പറഞ്ഞു കൊടുത്തത്, എൻ പോയിൻറ്റും DB പാസ്വേഡും. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു എൻ പോയിൻറ്റും DB പാസ്വേഡും എല്ലാം പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എൻ പോയിൻറ്റ് നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ പാസ്വേഡും അങ്ങനത്തെ സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് ആക്ച്വലി റിയൽ വേൾഡ് സിനാരിയോസിൽ കൊടുക്കാൻ പാടില്ല ഒരിക്കലും. കാരണം നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ ഒരു ആക്സസ് കിട്ടിക്കഴിഞ്ഞാലോ നമുക്ക് ഈ ഒരു ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വേരിയബിൾ നിന്നുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒരു സെക്യൂർ അല്ല ഒട്ടും. ഡയറക്റ്റ്ലി നമുക്കത് റീഡ് ചെയ്തെടുക്കാൻ പറ്റും ആർക്ക് വേണമെങ്കിൽ. ഇങ്ങനെ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് പാസ്വേഡ് എല്ലാം കൊടുത്തിരിക്കുന്നതെങ്കിൽ. അപ്പോൾ അതിനൊരു ബെറ്റർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് AWSൻ്റെ തന്നെ പാരാമീറ്റർ സ്റ്റോർ, നമുക്ക് പാരാമീറ്റർ സ്റ്റോറിൽ നമുക്ക് ഇങ്ങനെയുള്ള സീക്രട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് കോഡ് ബിൽഡിൻ്റെ റണ്ണിങ് ടൈമിൽ ആ പാരാമീറ്റർ സ്റ്റോറിലുള്ള കീപ്പ് ചെയ്തിരിക്കുന്ന സീക്രട്ട് റീഡ് ചെയ്തുകൊണ്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിൾസിനെ കുറിച്ചാണ് നോക്കി മനസ്സിലാക്കിയത്. എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്തൊക്കെയാണ് ബൈ ഡിഫോൾട്ട് ഉള്ളത്, ഓൾറെഡി കോഡ് ബിൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന വേരിയബിൾസ് എന്തൊക്കെയാണ്, അതുകൂടാതെ നമുക്ക് എക്സ്ട്രാ എങ്ങനെ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള 2 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഒരു പാരാമീറ്റർ സ്റ്റോറിൽ നമുക്ക് എങ്ങനെ ഒരു പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യാമെന്നും നമുക്ക് സീക്രട്സ് ഒക്കെ അവിടെ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങോട്ട് എങ്ങനെ റണ്ണിങ് ടൈമിൽ റീഡ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്കൊരു പ്രാക്ടിക്കൽ ചെയ്ത് നോക്കി മനസ്സിലാക്കാം.